ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വീണ്ടും ബജറ്റ് ഫ്രണ്ട്ലി ഫോണുമായി പോക്കോ എത്തുന്നു. എം സീരീസ് വിപുലമാക്കുന്ന പോക്കോ M8 5G ജനുവരി പകുതിയിലോ ഫെബ്രുവരി ആദ്യമോ ഇന്ത്യൻ വിപണിയിലെത്തും. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഷവോമിയുടെ സബ് ബ്രാൻഡ് പോക്കോ ഇന്ത്യൻ വിപണിയിൽ പുതിയ ഫോണുമായി എത്താൻ ഒരുങ്ങുകയാണ്. ബജറ്റ് ഫ്രണ്ട്ലി എം സീരീസ് വിപുലമാക്കുന്നതിന്റെ ഭാഗമായി പോക്കോ M8 5G ജനുവരി പകുതിയിലോ ഫെബ്രുവരി ആദ്യമോ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഫോൺ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഫ്ലിപ്കാർട്ട് വഴി ലഭ്യമാകുമെന്നും കമ്പനി അറിയിച്ചു. പുതിയ ഫോൺ ഡുവൽ ടോൺ ഫിനിഷ്, ചതുരാകൃതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ, വൃത്താകൃതിയിലുള്ള അരികുകൾ എന്നിവയോടെയാണ് എത്തുക. ഇന്ത്യയിൽ 3 കളർ വേരിയന്റുകളിൽ ലഭിക്കാനാണ് സാധ്യത. പ്രധാന ഫീച്ചറുകളിൽ ഡ്യുവൽ ക്യാമറ സജ്ജീകരണം, 120 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള 6.77 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസസർ, 8GB റാം, 256GB സ്റ്റോറേജ്, 5520 mAh ബാറ്ററി എന്നിവ ഉൾപ്പെടുന്നു. IP65 റേറ്റിംഗ് ഫോൺ വെള്ളത്തിലും പൊടിയിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കും. അതേസമയം പോക്കോ M8 Pro 5G മെച്ചപ്പെട്ട ഫീച്ചറുകളോടെ വിപണിയിലെത്തും. സ്നാപ്ഡ്രാഗൺ 7S Gen 4 പ്രോസസർ, 120 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള 6.83 ഇഞ്ച് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ്, 2 ക്വാഡ് കർവ്സ് അമോലെഡ് ഡിസ്പ്ലേ, 50 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ലെൻസ്, 32 MB സെൽഫി ഷൂട്ടർ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റ് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ ഇനി പുതിയ ഫീച്ചർ. സന്ദേശം അയച്ച വ്യക്തിക്കും മീഡിയ പങ്കിട്ട ആളിനെ പ്രൊഫൈൽ ഐക്കണോടെ ഇനി തിരിച്ചറിയാം. ജനപ്രിയ മെസഞ്ചർ ആപ്പ് വാട്സാപ്പ് ഇനി ഗ്രൂപ്പ് ചാറ്റ് അനുഭവം കൂടുതൽ സൗകര്യമാക്കാനൊരുങ്ങുകയാണ്. വലിയ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ ഗ്രൂപ്പുകളുടെയും ഉപയോക്താക്കൾക്ക് ഗ്രൂപ്പ് ചാറ്റിൽ സന്ദേശം അയക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റാത്ത പ്രശ്നം പരിഹരിക്കുന്ന പുതിയ ഫീച്ചർ ഉടനെത്തും. ഇനി മുതൽ ഗ്രൂപ്പ് ചാറ്റിൽ സന്ദേശം അല്ലെങ്കിൽ മീഡിയ പങ്കിടുന്ന വ്യക്തിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഓരോ അംഗത്തിന്റെയും പേരിനൊപ്പം പ്രൊഫൈൽ ഐക്കൺ ദൃശ്യമാകും. ഉപയോക്താക്കൾക്ക് ഒരു നോട്ടിൽ തന്നെ അംഗങ്ങളുടെ പ്രധാന വിവരങ്ങൾ അറിയാനും ഗ്രൂപ്പിൽ നിന്ന് പുറത്താകാതെ തന്നെ ചാറ്റ്, വോയിസ് കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ തുടങ്ങാനും സാധിക്കും. വമ്പിച്ച ഗ്രൂപ്പുകളിൽ സമാന പേരുള്ള അംഗങ്ങളെ തിരിച്ചറിയാൻ എളുപ്പമാകുമെന്നതാണ് പുതിയ ഫീച്ചറിന്റെ പ്രധാന നേട്ടം. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ഗ്രൂപ്പ് ചാറ്റിൽ കൂടുതൽ നിയന്ത്രണം, വ്യക്തിഗത വ്യക്തിത്വം തിരിച്ചറിയൽ, സൗകര്യപ്രദമായ കണക്ടിവിറ്റി എന്നിവ നൽകാനാണ് ഈ അപ്ഡേറ്റ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. EV വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് വിങ്സ് EV. രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ 3 പേർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കാനാണ് കമ്പനി തയ്യാറെടുക്കുന്നത്. റോബിൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ ക്രോഡി സൈക്കിൾ നഗരയാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ്. റോബിൻ EVക്ക് പരമാവധി 60 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. ഒറ്റ ചാർജിൽ 90 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ഈ ലോ പവർ ഇലക്ട്രിക് വാഹനം 5 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 40 കിലോമീറ്റർ വേഗതയിലെത്തും. 0-ൽ നിന്ന് പൂർണ്ണ ചാർജാകാൻ ഏകദേശം 5 മണിക്കൂർ സമയമാണ് എടുക്കുക. 10 ഡിഗ്രി ഗ്രേഡബിലിറ്റി ഉള്ളതിനാൽ നഗരത്തിലെ ഫ്ലൈ ഓവറുകളിലും റോബിൻ എളുപ്പം ഓടിക്കാനാകും. E, S, X എന്നിങ്ങനെ 3 വേരിയന്റുകളിലായിരിക്കും റോബിൻ വിപണിയിലെത്തുക. വാഹനത്തിന്റെ എക്സ് ഷോറൂം വില 1.99 ലക്ഷം രൂപ മുതൽ 2.99 ലക്ഷം രൂപ വരെയായിരിക്കും. 2.25 മീറ്റർ നീളവും 945 mm വീതിയും 1560 mm ഉയരവുമുള്ള ഈ ചെറുകിട EV മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തിക്കുന്ന വിങ്സ് EV ആണ് നിർമ്മിക്കുന്നത്. തുടക്കത്തിൽ ബംഗളൂരുവിൽ മാത്രം ലഭ്യമാകുന്ന റോബിൻ EV പിന്നീട് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ബംഗളൂരുവിൽ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവുകൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.